ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പാക്കാൻസരി പോയിട്ട് ഞാൻ കോഴി മേടിച്ചു, അത് വെച്ചു, അത് അളിഞ്ഞതായിരുന്നു. ഞാൻ അബദ്ധാരണം വേണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് റോസമ്മയാണെന്ന് പറയുന്നത്. എനിക്ക് പാക്കാൻസരി പോയപ്പോൾ കോഴി മേടിച്ചു, വിലക്കുറവായിരുന്നു, അതുകൊണ്ടാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒരു സന്തോഷം. അതിനിടെ ഞാൻ നാട്ടില് നിങ്ങൾക്ക് കൂടെ കറണ്ട് പോകും. ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അയലോക്കാരൻ്റെ വീട്ടോട്ടാണ്. അവരുടെ കറണ്ട് കൂടെ പോയി കിട്ടിയാൽ എനിക്ക് സമാധാനമായി. ഇതൊരു വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് ഈ വത്സൻ പാഷയെ കുറെ ഏറെ നാളായിട്ട് അറിയാം. ഒത്തിരി കാര്യങ്ങൾ പുള്ളി മനസ്സിലിങ്ങനെ ഹാബിറ്റ് നടത്തണമെന്നും നല്ല കാര്യങ്ങളല്ല. ഞാൻ പുള്ളിയോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളക്കിയ അത് നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ട് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ അതേ രീതിയിൽ മനസ്സിലാക്കുന്നില്ലല്ലോ ഓർത്ത് വീണ്ടും അതിന്റെ രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കണം എന്നെ ഈ ടോപ്പോയി കിടക്കുന്ന എന്നെ പുള്ളി ഇവിടെ വിളിച്ചു വരും. ഞാനോട് ഇതൊന്ന് അനുഭവിച്ചോണ്ട് എന്ന് പുള്ളി മനസ്സിലാക്കി. എന്തായാലും ഞാൻ സന്തോഷമായി ഞാൻ ഏറ്റെടുത്തു. എന്നെ കുറിച്ച് ഞാൻ പറയാൻ, എൻ്റെ പേര് റോയ്, എൻ്റെ ഭാര്യ ദീപ്തി. ഞാൻ 2 മക്കളാണുള്ളത്. ഒരാള് ഒരു മകന് ഈസ് ഡൂയിങ് ഹിസ് ഡോക്ടറേറ്റ് ഇൻ or PhD in ophthalmology with Auckland Medical College, Medical School, whatever it may be. പിന്നെ മകള് she's a new grad in nursing. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. എന്തിന് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തിനു വന്നു? അതൊരു കഥയുണ്ട്. I think I am the first Malayali here in Hanoi. 2000 ഞാനിവിടെ എത്തി. 14 വർഷം മുമ്പ്. I was here for nearly 12 years. 2 വർഷമായുള്ളൂ ഇപ്പം ഞാൻ ടോപ്പുകളുണ്ട്. ഇപ്പൊ ടോപ്പ് എന്നെ ഒരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സീനിയർ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എനിക്ക് എന്തിന് ജോലി കിട്ടി? എനിക്ക് മനസ്സിലായി എൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടാണ്. എന്നെ കാണാൻ അത്യാവശ്യം തടിയുണ്ടെന്നറിയാം, ഉയരമുണ്ടെന്നറിയാം, ചിലരൊക്കെ വെളുത്തതാണെന്നറിയാം, അല്പസ്വല്പം ഇംഗ്ലീഷ് സംസാരിക്കുമെന്നറിയാം, 25 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ടെന്നറിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഈ ജോലി കിട്ടിയത്. ജോലി കയറുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആൾക്കാരെന്നെ നോട്ടീസ് ചെയ്യാൻ. എന്നിട്ട് അവർ പറഞ്ഞു, നീ ആളെ ശരിയല്ല. അവിടൊക്കെ അറിയാം. എന്നാലും അവര് കണ്ടുപിടിച്ചു, യു ഹാവ് ഗോട്ട് സം പ്രോബ്ലം വിത്ത് യുവർ പേഴ്സണാലിറ്റി. ഇതെന്ത് കളി! ഏറ്റവും നല്ല പേഴ്സണാലിറ്റി, ഏറ്റവും നല്ല സ്മാർട്ടാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് എന്താ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഓരോരുത്തരോടൊപ്പം നോട്ടീസ് ചെയ്യുന്നു. എന്നിട്ട് അവര് വലിയ സൈക്കോളജിസ്റ്റ്, കമ്പനിയുടെ വലിയ സൈക്കോളജിസ്റ്റ് അവര് എന്നെ അനലൈസ് ചെയ്യാൻ. അപ്പൊ അനലൈസ് ചെയ്യാൻ വിട്ട ആൾക്കാർ വന്നു പറഞ്ഞ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജിസ്റ്റ്, പിന്നെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ, ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. എന്ന് പറഞ്ഞു, നീ ആള് ശരിയല്ല, പ്രോബ്ലം. എന്നിട്ട് എനിക്ക് ക്ലാസ് എങ്ങനെയാണ് നിന്റെ വ്യക്തിത്വം നീ വർദ്ധിപ്പിക്കുന്നത്. അവർ ക്ലാസ് വന്നിട്ട് ശരിയായിട്ടില്ല, എന്നാലും എനിക്ക് കിട്ടിയ അറിവ് ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാം. ഞാനിവിടെ വരുമ്പോൾ I came here in 2000. The average salary of a nurse, how many nurses are here? ഒന്ന് കൈകൊട്ടി. Okay. Average salary എന്ന് പറയുന്നത് 31,500. ഇതാണ്. അത് നേഴ്സ് ലെവൽ 4 ആയി കഴിയുമ്പോൾ
33.5 ആയിട്ട് മാറി. എന്നാൽ 2004 വൈക്കാട്ടോ ഹോസ്പിറ്റലിൽ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. They were looking for a nursing director job. അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, മാത്രമല്ല ഒരു PG ഉണ്ടെന്ന് വരികയുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് ഡിസേബിൾ ആണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ പുള്ളിക്കാരുടെ അന്നത്തെ ശമ്പളം അവർ അഡ്വർടൈസ് ചെയ്തിരുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ, 270,000. എനിക്കറിയാവുന്ന പലരും ഈ ജോലിക്കാവുന്നതായിരുന്നു. കാരണം അവരെല്ലാം ക്വാളിഫൈഡ് ആവണം. ഒരൊറ്റ ആൾക്ക് പോലും കിട്ടിയില്ല. അവിടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നം. എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നം? ഞാനിപ്പോ ഒരു പിക്ചർ നിങ്ങളെ കാണിക്കുന്നുണ്ടോ? രണ്ടുപേര് അറിയാവുന്ന രണ്ടുപേരാണ്. അറിയാവുന്നതിന് മമ്മൂട്ടി, മോഹൻ. ആർക്കാണ് പേഴ്സണാലിറ്റി? മമ്മൂട്ടിയാണെന്ന് പറയുന്നത് നോക്കിയേ, മോഹൻലാലാണെന്ന് പറയുന്നവരും ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്കായി കൂടുതൽ. എന്താ അതിന്റെ കാരണം? കാരണം നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. He is very smart. പിന്നെ രണ്ടാമത്തെ ഹലോ 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 രണ്ടാമത്തെ ആ കണ്ണിൽ നോക്കണം. വളരെ രസകരമായിട്ട് ഷാർപ്പായിട്ടാണ് നോക്കുന്നത്. ഷാർപ്പ്നെസ്. മൂന്നാമത്തെ എന്റെ കൂട്ട് ഈ പൊണ്ണ വായൊന്നുമില്ല, വളരെ സ്റ്റീൽ ബോഡിയാണ്, സ്ട്രക്ചർ. മൂന്ന് കാര്യങ്ങൾ വളരെ രസകരമായിട്ട് വേണമെങ്കിൽ ആദ്യത്തെ പിക്ചറിനകത്ത് പറയാം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മമ്മൂട്ടിക്കാണ് പേഴ്സണാലിറ്റി എന്ന്. അടുത്ത പിക്ചർ ഞാൻ കാണിക്കാൻ പോവുകയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ പറയണം ആർക്കാണ് പേഴ്സണാലിറ്റി. ഇതാ ഈ കൂടുതൽ ആർക്കാ പേഴ്സണാലിറ്റി? തീർച്ചയായും ഇവിടെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന് സ്മാർട്ട് ഒന്നുമല്ല, ഷാർപ്പ്നെസ് ആയിട്ട് നോക്കുന്നില്ല. സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരു പേക്കോലം പോലെ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ലോകം അംഗീകരിക്കുന്ന, മനുഷ്യരാശി അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് 3 പേര് ബൈബിളിലെ ക്യാരക്ടർ സംസാരിച്ചു. 1 കിങ് ഡേവിഡ്, 2 ദാനിയേൽ, 3 മോശ. ഈ 3 പേരെ, ഈ 3 പേർക്ക് അംഗീകരിക്കാനുള്ള കാരണം ആരും കുരിശിൽ കിടന്ന ഇടസൈഡുള്ള ആളെ പറ്റി ആരും പറയില്ല. പക്ഷെ ഇവർ 3 പേരും ആ വ്യക്തിത്വത്തെ തീർച്ചയായിട്ടും വിശകലനം ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലരും ചെറിയ ചെയ്യുന്നത് പോലും പറഞ്ഞു അങ്ങനെ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ വ്യക്തിത്വത്തെ അളക്കാനായിട്ട് ഒരു യാസ്റ്റിക്കില്ല. There is no yardstick to measure the personality. ഇപ്പോൾ കുറച്ച് പാലിവിടെ കൊണ്ടുപോകുക, നമുക്ക് പറയാൻ പറ്റും 3 ലിറ്റർ പാല്. കുറച്ച് ചോറിവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറിയുണ്ട്, ഇത് 1 കിലോ ചോറുണ്ട് അല്ലെ, അരിയുണ്ട്. ഈവൻ
IQ, ബ്രെയിനിന് പോലും നമുക്ക് പറയാൻ പറ്റും. IQ തന്നെ മെഷർ ചെയ്തിട്ടുണ്ട്. ഇത്ര IQ, 200 IQ, 50 IQ, മനുഷ്യന്റെ ബ്രെയിനെ പറ്റി പോലും റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പേഴ്സണാലിറ്റിയെ പറ്റി അളക്കാനായിട്ട് ഇന്നുവരെ ആർക്കും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതൊരു മെഷർമെന്റ്. പക്ഷേ എല്ലാവർക്കും ഉണ്ട് പേഴ്സണാലിറ്റി. കുറിച്ച് കളനുമുണ്ട് പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ എങ്ങനെ ഈ പേഴ്സണാലിറ്റി വിശകലനം ചെയ്യുന്നത്? നമുക്ക് ചില പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ വായിച്ചിട്ടുള്ളത്, നമ്മൾ മറ്റൊരാൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഇതെല്ലാം അനുകരിക്കുന്ന ഒരു പ്രതീതി മനസ്സിനുണ്ടെന്ന് വരികിൽ, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാവുന്ന വരികിൽ, അവിടെയാണ് പേഴ്സണാലിറ്റിയുടെ പ്രസക്തി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പിക്ചറിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത്, അടുത്ത പിക്ചർ ഇങ്ങോട്ട് നോക്കി. ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം തന്നെ വളരെ അവരുടെ ശാരീരിക ഭംഗി കൊണ്ടോ അല്ലെന്ന് വരികയിൽ അവരുടെ പുറമേയുള്ള കാഴ്ചകൾ കൊണ്ടോ മാത്രം നേടിയ ഒരു വ്യക്തിത്വമല്ല അവർക്കുള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള നമ്മൾ അംഗീകരിക്കുന്ന ചില പ്രത്യേകതകൾ നമ്മൾ അവരെ കാണുന്നു. അടുത്ത പിക്ചറിൽ പേഴ്സണാലിറ്റി ഡെഫിനിഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രെജുഡീസ്. എന്തായി പ്രെജുഡീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മുൻകാഴ്ചയോടുകൂടി കാര്യങ്ങളെ കാണും. അടുത്ത പിക്ചർ ചെയ്യുന്നേ. അടുത്തത് ഇതാ. ഈ രണ്ട് പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ പയ്യനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒട്ടന്നെ ചിന്തിക്കും, ഇവനൊരു തീറ്റിപ്പണ്ട ഇല്ലേ? അവൻ യാതൊരു സംശയമില്ല, അവൻ ഫുഡിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അവൻ ഒത്തിരി കിടന്ന് ഉറങ്ങുന്നവരാണെന്ന് നമുക്ക് തോന്നും. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് ഈ ഹാമകളുണ്ട്, കണ്ടു കഴിഞ്ഞാൽ വലിയ തടിയ. ഞാൻ അതായത് ഞാൻ വിചാരിച്ചു ഈ പുള്ളി ഒത്തിരി കഴിക്കുന്നവരായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പുള്ളി കഴിക്കുന്നൊന്നുമല്ല. മാത്രമല്ല പന്ത് കളിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരെക്കാളും വളരെ സ്പീഡിൽ തന്നെ പുള്ളി പന്ത് കളിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് പറയുന്നത് ആളിനെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാളിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറഞ്ഞേക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം വീട്ടിലെ പഞ്ഞം എന്നുള്ള രീതിയിലാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ, അവൻ വളരെ ആക്റ്റീവാണ്. ഈ ആക്റ്റീവിനോട് കൂടി തന്നെ പറയുന്നത് ഹി വിൽ ബി കറേജിയസ്. പിന്നെ മാത്രമല്ല അവൻ ഹെൽത്തി ബോഡിയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ കാഴ്ചയിലുള്ള കാഴ്ചപ്പാട് വെച്ചാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. അടുത്ത പിക്ചർ കാണിച്ച് അങ്ങനല്ല. അവർ പറയുന്നത് കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ വ്യക്തിത്വത്തെ അളക്കാനുള്ള പ്രത്യേകതകൾ? ഒന്ന് ബിഹേവിയർ, രണ്ട് ക്യാരക്ടർ, മൂന്ന് ലാംഗ്വേജ്, നാല് ഡ്രസ്സിംഗ്, അഞ്ച് ആറ്റിറ്റ്യൂഡ്, ഔട്ട്ലുക്ക്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇതിന്റെ മലയാള അർത്ഥങ്ങൾ എന്താ? ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റം, ഒരാളിന്റെ വ്യക്തിത്വത്തെ അളക്കുന്ന ഒരു കാര്യമാണ് ആ ആളിന്റെ പെരുമാറ്റം. രണ്ട്, ക്യാരക്ടർ, ആ ആളിന്റെ സ്വഭാവം, അത് ഈ വ്യക്തിത്വത്തെ അളക്കുന്ന ഒരു കാര്യമാണ്. ലാംഗ്വേജ്, ഭാഷ. ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പറയുന്ന ഭാഷ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം, അതെങ്ങനെ വേണം എന്ന് ഞാൻ പറയാം. പറയുന്ന ഭാഷ മാന്യതയുള്ളതായിരിക്കണം. മൂന്ന്, അടുത്ത വരുന്നുണ്ട് ഡ്രസ്സിംഗ്. പിന്നെ വരുന്നുണ്ട് ആറ്റിറ്റ്യൂഡ്. എന്താ ആറ്റിറ്റ്യൂഡ്? സമീപനം അല്ലെങ്കിൽ മനോഭാവം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്ലുക്ക്, കാഴ്ചപ്പാട്. ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് വരികിൽ അവരുടെ വ്യക്തിത്വത്തെ ശരിയാക്കി എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കേരളീയർക്ക് പല പ്രശ്നങ്ങളുണ്ട്.
അതിലേക്ക് ഞാൻ കടന്നു വരാം. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ ബേസിക്കലി പറയുന്നത് കാണാമല്ലോ, എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ചില ട്രേറ്റ്സ്, ചില ഘടകങ്ങളാണ് ഒരാളിന്റെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നതാണ്. അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്ന എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ട്രേറ്റ്സ്. അതാണ് അതിന് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്. എന്താ ഇത്? ഫിസിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്. ഫിസിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്. ഒരാള് നീളം കുറവാണ്, അപ്പൊ നീളം കുറവായതുകൊണ്ട് ആ ആൾക്ക് ഹൈ ജമ്പ് ചാടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തീർച്ചയായിട്ടും ഉണ്ട്. ലോങ് ജമ്പിൽ ആള് ബുദ്ധിമുട്ടായി കൊച്ചി ഇറങ്ങാനോ ചാടാൻ പറ്റത്തില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും പറ്റത്തില്ല. പക്ഷേ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ആ ചിലപ്പം നല്ലവണ്ണം ഓടാൻ കഴിയുന്നിരിക്കും. ഇമോഷണൽ, പലരുടെയും ഇമോഷൻ, അതായത് വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ എന്താ ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറി കഴിയുന്നവരുടെ ഒരു ഗ്ലാസ് ചായ ഒഴിക്കുന്നു, കുടിച്ച ചാരങ്ങൾ വെച്ചതാണ്, ഇതൊന്നും എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പൊ നമുക്കത് മാറ്റി വെച്ചില്ല എന്ന് വരും. കൊണ്ടുപോകുന്നുണ്ടോ, ഇതെടുത്ത് മാറ്റി വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ ചൂടാവും. ഇത് ആളിന്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ സമയത്ത് അയാൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അയാൾ വളരെ പാവമായിരിക്കും. അടുത്തത് പറയുന്നുണ്ട് കോഗ്നിറ്റീവ്. ഈ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് വിചാരപരം എന്നാ പറയുന്നത്. അതായത് ഞാനിപ്പോ പറയാണ്, ആ തോമാച്ചൻ അത്ര ശരിയല്ലല്ലോ, എന്നോട് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന പറഞ്ഞ വേറൊരാൾ പറഞ്ഞു, അല്ലല്ലോ തോമാച്ചൻ അങ്ങനെ കുഴപ്പമുള്ള ആളൊന്നുമല്ല, റൂമുണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അല്ലല്ലോ അതങ്ങനെ പറയാനെ കൊണ്ട് പുറകെ എന്തോ സംഭവം ഉണ്ടല്ലോ. ഈ ആള് ഒത്തിരി ചിന്തിച്ച് വർത്തമാനം പറയുന്ന അവൻ ആളെ അനലൈസ് ചെയ്യുന്നത് അല്പം കൂടെ വിചാരപരമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അത് പറയുന്നത്. ഒന്ന് ഫിസിക്കൽ, എമോഷൻ. ഈ എമോഷനിലും കോഗ്നിറ്റീവ് കൂടെ അവർ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് ബൈ ബർത്ത്. ഒരാളെ നീളം കുറവായിട്ട് ജനിച്ചു, അവന്റെ നീളം കൂടാണ്ട് ഒരു വഴിയില്ല. കൈ ഇല്ലാത്തവനായിട്ട് ജനിച്ചു, ആ ദൈവത്തിനാണ് ജനിപ്പിച്ചതാ, അവന്റെ കൈ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു വഴിയില്ല. പക്ഷേ ഈ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ കൂടെ നമുക്ക് വരുത്താവുന്നതാണ് ഈ സൈക്കോളജിസ്റ്റുകളെ വാശിക്കുന്നത്. മനുഷ്യന്റെ മാനസികാവസ്ഥയെ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ പറ്റി സൈക്കോളജിസ്റ്റുകൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമാണ്. അത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ജോൺ ഹാരി എന്ന് പറയുന്ന ആളാണ്. 2 പേരാണ്, ജോഹരി വിൻഡോ എന്ന് പറയുന്നത്. എന്താണ് ഈ ജോഹരി വിൻഡോ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള, ഞാൻ വളരെയധികം പഠിച്ചതായിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്നാമത്തെ പറയുന്നത് മനുഷ്യന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഓപ്പൺ ആയിരിക്കുന്നു കുറെ ഭാഗമാണ്. നീ എന്താ ഓപ്പൺ എന്ന് പറഞ്ഞ? എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ എന്റെ തലമുടി നരച്ചിങ്ങനെ കയറി വരുന്നു, എന്റെ തലമുടി കറുത്തതാണ്, അതെനിക്കും അറിയാം,
നിങ്ങൾക്കും അറിയാം. എനിക്ക് വായിച്ച കൂടുതലാണ്, അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നാ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും നമുക്കറിയാവുന്നു, മറ്റുള്ളവർക്കറിയാവുന്ന കുറെ സത്യങ്ങളുണ്ട്. രണ്ടാമതായിട്ടൊരു കാര്യമുണ്ട്, ഈ ഒരാളുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ കിടക്കുന്നത് ഒരാളുടെ മനസ്സിൽ തന്നെയാണ്. ഈ ഹിഡന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പലതും മറച്ചു വെച്ച് നമ്മളിങ്ങനെ സംസാരിക്കും. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞു എന്റെ തലമുടി കറുത്തിരിക്കുന്നതാണ്, അതെനിക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ തലമുടി മൊത്തം വെളുത്തതാണ്. ഈ മണ്ട ഇരിക്കുന്ന ഈ ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ ഫോയിൽ പേപ്പർ കൊണ്ട് അത് മാത്രം ഡൈ ചെയ്യാതെ ബാക്കിയെല്ലാം തന്നെ ഡൈ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് മറച്ചു വെച്ച് സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്കറിയാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു 4 മാസം അല്ലെ 5 മാസം ഈ ഹിഡൻ വളരെയധികം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും പറയാൻ പറ്റുമോ, ഈ ഭർത്താവിനൊക്കെ പറയാൻ പറ്റുമോ, ഈ ഭാര്യയായിരിക്കും ഭർത്താവായിരിക്കും ഈ ഭാര്യയുടെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കുറച്ച് കഴിയുന്നുണ്ട് ഇവർക്ക് മനസ്സിലാവുക. കുറേയേറെ ഇത് ഓപ്പൺ ആവും, അന്യോന്യം മനസ്സിലാക്കാനായിട്ട് ഒരു സാധ്യത വരും. മൂന്നാമതുണ്ട് ബ്ലൈൻഡ്. ഈ ബ്ലൈൻഡ് പറയുന്നത് നോട്ട് നോൺ ടു ദ പേഴ്സൺ ആൻഡ് നോൺ ടു അതേഴ്സ്. അതിന്റെ രസമാണ്. അവിടെ ഉണ്ട് 3 ആൾക്കാർ. അവര് പറയുന്നത് അവർക്കറിയത്തില്ല, പക്ഷേ മറ്റുള്ളവർക്ക്. ഇവിടെ എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെല്ലാം അങ്ങോട്ട് ഒരാളെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിശദകരമായി വളരെ രസകരമായിട്ട് അങ്ങോട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ 10 ഭാഷ അങ്ങോട്ട് കൊടുക്കാമെന്ന് കഴിയും. വത്സഭാഷ ഏതെല്ലാം രീതിയിൽ അനലൈസ് ചെയ്യുക, ആ രീതിയിലെല്ലാം പുള്ളി അനലൈസ് ചെയ്യും. പക്ഷേ പുള്ളി പറയുന്നത് ബാക്കിയുള്ളവർ പുള്ളി അനലൈസ് ചെയ്യുന്നുള്ള കാര്യം പുള്ളിക്കറിയില്ല. അതറിയാൻ വയ്യാഞ്ഞിട്ടാ കേട്ടോ, ശരിക്കും പറയാം. ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകതയുണ്ട്. അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി. അവർ വേറെ ഒന്നും ശരിയല്ല, അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി എന്നുള്ള ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. കാരണം അവർ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ചിലരുണ്ട് ഈ ചുരുക്കി ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഒരേ വാചകം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവിടെ നോട്ടുണ്ടായിരുന്നു. പുള്ളി പറയും എന്ത് പറയുന്നു പറയും, ഒന്ന് ചിന്തിച്ചു പോയി. ഒരു ദിവസം പറഞ്ഞു, അതായത് ഇന്നലെ ഞാൻ ബേബിയുടെ വീട്ടിൽ ചെന്നപ്പോ ബേബി എവിടെ ഇല്ലായിരുന്നു, ബേബിയുടെ ഭാര്യ ശാന്തമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന് ചിന്തിച്ചു പോയി. ഇത് എന്തൊരു കളിയാ, അദ്ദേഹം വീട്ടിൽ ചെന്നു കഴിഞ്ഞു ശാന്തമ്മ ഉള്ളായിരുന്നു, അതിന് പ്രത്യേകിച്ച് എന്താ ചിന്തിക്കാണ്ടിരിക്കുന്നു. അല്ല, ഇത് ആർക്കറിയിങ്ങനെ പറയുന്നു. അത് ചെറിയ പ്രത്യേകത. പക്ഷെ അവർക്കറിയത്തില്ല അവരെന്നെ പറയുന്നുണ്ടെന്നുള്ളത്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഓർമ്മ കൂടെ അൺനോൺ. ഇതിനകത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല ഇവർക്ക് ഇങ്ങനെ ഒരു കഴിവാണ്. എൻ്റെ വീട്ടിലൊരു എൻ്റെ അമ്മയെ സഹായിക്കാനായിട്ട് വേലയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കലയെന്നാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടില് ഒരു പോലീസ് വന്നു. അവരുടെ ഇന്റേണൽ വയലൻസ് ഒക്കെ ആയിട്ട് പോലീസ് വന്നു. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ച്, അപ്പം ഞാനത് ഗൾഫിൽ നിന്ന് വന്ന സമയമാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ കണ്ടായിരുന്നു അവിടുത്തെ സംഭവം എന്താണെന്ന്. അപ്പോൾ എൻ്റെ അപ്പൻ ചെന്ന് പറഞ്ഞു, അമ്മ ചെന്ന് പറഞ്ഞു, ഞാൻ ചെന്ന് പറഞ്ഞു, അവിടെ വലിയ ബഹളമൊക്കെ കേട്ടു കാര്യങ്ങളാണ്. അതൊക്കെ കൂടാതെ ഈ കല എന്ന് പറയുന്നത് ഈ കൊച്ചിനെ ഈ പോലീസ് വിളിച്ചിട്ട് ചോദിക്കുന്നു, നീ കേട്ടായിരുന്നു എന്തുവായിരുന്നു അവിടെ സംഭവം? വളരെ രസകരമായിട്ട് ഈ സംഭവത്തെ പറ്റി ഈ കല പോലീസിന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. എനിക്ക് വലിയ അതിശയം തോന്നി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കാലം നിനക്കെങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു കഴിവ് കിട്ടിയത്? അയ്യോ അത് ചോദിച്ചാൽ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഞാനത് പറയാനുള്ളത് പറയുന്നേ ഉള്ളൂ. ഇതാണ് അൺനോണായിട്ടുള്ള കാര്യങ്ങൾ. ആ കുട്ടിക്ക് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല ഈ കൊച്ചിന് ഇങ്ങനെയൊരു കഴിവ് അതിന്റെ മനസ്സിലുണ്ടെന്ന്. എന്നാൽ അടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു മനുഷ്യ മനസ്സിന് ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. എന്നോട് അവർ പറയുന്നത് എന്താണെന്ന് ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗം വർദ്ധിപ്പിക്കാവുന്നവരെയും നിങ്ങളുടെ ബാക്കിയുള്ളതിനെ എല്ലാ കളഞ്ഞിട്ട് ഈ ഭാഗം വർദ്ധിപ്പിക്കാവുന്നവരെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. Known to you, that should be known to others. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈ ബ്ലൈൻഡിന്റെ ഒക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ ഈ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ ഉയർച്ചയാണ് ഒരു വീടിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരു സാമാന്യമായിട്ട് നമ്മൾ കണക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നശിച്ചു പോയിട്ടുള്ളവര് പോലീസുകാരുടെ മക്കളും അച്ഛന്മാരുടെ മക്കളും. അതിനകത്ത് കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ട് വളരെ കൂടുതലാണ്. അവർ പറയുന്ന കാര്യങ്ങള് ശരിയല്ല എന്നുള്ള വിവരം മക്കൾക്കറിയാം. അവർ നാട്ടിൽ പറയുന്ന ഒരു കാര്യമല്ല വീട്ടിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിലെല്ലാ കാര്യങ്ങളും ചെന്നിട്ട് നാട്ടുകാരെ ഉണ്ടാക്കാൻ നടക്കുക. പക്ഷെ വീട്ടിൽ വരുന്ന അവൻ നല്ലോണ്ടാക്കാൻ വേണ്ടി. അപ്പോ അത് വെച്ചാണ് ഈ മകൻ പറയുന്നത് ഈ അച്ഛൻ ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് അവർ പറഞ്ഞ് ഈ സ്പോട്ട് നമ്മളെ എന്തുമാത്രം വലുതാക്കാവോ അത്രയും ആൾക്കാര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ കിവികളുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങളെ പ്രശ്നങ്ങൾ പറയാ? എന്നെ ചോദിച്ചേട്ടാ എന്നെ പറയാൻ ഉമ്മല്ല റേസിസ്റ്റ് ശരിയല്ലേ? എല്ലാം റേസിസ്റ്റുകളാണ്. നമ്മളെ കുറിച്ച് എന്താ പറയുന്നറിയോ? പിന്നെന്താ അടുത്ത പ്രശ്നം? ഉമ്മാരെ പള്ളിയിലൊന്നും പോകത്തില്ലേ, എല്ലാം പാർട്ടിനകത്ത് കൂത്താണ് കിടക്കുന്നത്. മൂന്നാമത് പറയുന്നുണ്ട് ഉമ്മാർ ഇമ്മോറലാണ്. 6 മാസം കഴിയുമ്പോൾ ഒരു ഭാര്യ, 1 വർഷം കഴിയുമ്പോൾ വേറെ ഭർത്താവ്. ഉമ്മാർ ഇമ്മോറലാണ്. അടുത്ത് പറയുന്നുണ്ട് നോട്ട് ട്രസ്റ്റ് വർത്തി. ഇമാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നുണ്ട് ഫാമിലി കണക്ഷൻസ് ഇവർക്ക് വളരെ കുറവാണ്. ഇതല്ലേ? അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കേട്ടുണ്ടോ? ലവബിളല്ല, കൾച്ചറൽ അവയർനെസ് ഇല്ല. ആരും ഖണ്ഡിക്കുന്നില്ല. എന്റെ ഭാര്യ പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, നമ്മൾ വേറൊരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോ ഈ 3 വിരൽ നമ്മളിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ റേസിസ്റ്റ് എന്ന് പറയുന്ന പദത്തെ പറ്റി നമുക്ക് എടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് തമിഴന്മാർ വന്നിട്ട് വീട് പണിയാണ് ശബ്ദം ഉയർത്തിക്കൊണ്ട് സന്ധ്യയ്ക്ക് അവർ റോഡെ കൂടെ നടന്നു പോയാൽ തമിഴ് പറഞ്ഞുകൊണ്ട് നടന്നു പോയാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കണമെന്ന് വരികയിൽ ഞാൻ ആദ്യം നോക്കുന്ന ഇന്ത്യക്കാരനാണെന്ന് നോക്കും. എനിക്ക് ഫിജി ഇന്ത്യനെ വേണ്ട. അത് കഴിഞ്ഞ് നോക്കും അവൻ കേരളീയനാണോ നോക്കും. അത് കഴിഞ്ഞ് നോക്കും അവൻ പത്തനംതിട്ടക്കാരനോ നോക്കും. അത് കഴിഞ്ഞ് നോക്കും അവൻ മാർദ്ദവമാക്കാരനാണെന്ന് വരികയിൽ സന്തോഷം. കാരണം ഞാൻ മാർദ്ദവമായി ഇങ്ങനെ കൂടി നടക്കുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഭാരതീയരെല്ലാം നമ്മുടെ സഹോദരി സഹോദരൻ. പക്ഷെ നമ്മളെ പോലുള്ള ബ്ലാക്സ് ആർ മോർ റേസിസ്റ്റ് ദാൻ വൈറ്റ്സ്. ഒരു സംശയമില്ല. നിങ്ങൾ നമ്മളെ തന്നെ തിരിച്ചു പോയി
നമുക്ക് വേറൊരു നാഷണാലിറ്റി വോട്ട് നമുക്ക് വേറൊരാളെ അംഗീകരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇത് നമ്മുടെ കൾച്ചറിന്റെ പ്രത്യേകതയാണ്. അതേസമയം ഒരു ന്യൂസിലൻഡർ ആണെങ്കിൽ തൊട്ട കേരളത്തിൽ താമസിച്ച ആള് അവൻ ന്യൂസിലൻഡർ ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അവൻ മാർത്തോമാണെന്നോ ഓർത്തഡോക്സുകാരനാണെന്നോ അതല്ലെങ്കിൽ അവൻ ഹിന്ദിക്കാരനാണെന്നോ അല്ലെങ്കിൽ അവൻ ദൈവവിശ്വാസിയാണെന്നോ ഒന്നും നോക്കുന്നില്ല. അവൻ നോക്കുന്നത് ഒരു ന്യൂസിലൻഡർ ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ആരാ റേസിസ്റ്റ്? യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. പിന്നെ പറയുന്നുണ്ട് നോട്ട് റിലീജിയസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം റിലീജിയസ് തന്നെയാണ്. നമ്മുടെ റിലീജിയസ് എന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്ന ഇപ്പോഴത്തെ കോഴ്സ് വിഭാഗത്തെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ആൾക്കാരെ പറ്റി ഞാൻ പറയുന്നത്. ഇവർക്ക് വേറൊരു സഭയെ കാണുന്നതാണ്